നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. സർവ്വം തച്ച് തകർത്ത് കുതിച്ചു പായുകയാണ് ഈ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസ്. ഇന്നലെ നിലവിലെ ചാമ്പ്യന്മാരായ KKRനെ അവരുടെ നാട്ടിൽ പോയി കൊൽക്കത്തയിൽ പോയി തകർത്തങ്ങ് തരിപ്പണമാക്കി. 39 റൺസിൻ്റെ വമ്പൻ വിജയമാണ് അവർ നേടിയിരിക്കുന്നത്. ഈ വിജയത്തോടുകൂടി പോയിന്റ് പട്ടികയിൽ 12 പോയിന്റിലേക്ക് എത്തുന്ന ആദ്യ ടീമായിട്ട് അവർ മാറിയിട്ടുണ്ട്. 8 കളി 6 വിജയം 2 തോൽവി പ്ലസ് 1.104 നെറ്റ് റൺ റേറ്റിൽ അവർ തിളങ്ങി നിൽക്കുകയാണ് 12 പോയിന്റോടെ. DC-ക്കും RCBക്കും PBKസിനും LSGക്കും ഉള്ളത് 10 പോയിന്റുകളാണ്. ശരിയാണ്, DC ഒരു കളി കുറച്ചാണ് കളിച്ചിട്ടുള്ളത്. അവർക്കും 12ലേക്ക് എത്താനുള്ള സാഹചര്യം ഇപ്പോഴുമുണ്ട്. അതേസമയം KKRൻ്റെ കാര്യം പരിതാപകരമാണ്. 8 കളികളിൽ 6 പോയിന്റേ ഉള്ളൂ. അവർ 7ാം സ്ഥാനത്താണ്. എന്താണ് GTA വ്യത്യസ്തമാക്കുന്നത്? എന്താണ് അവരുടെ വിജയമന്ത്രം? ഒറ്റ കാര്യമേ ഉള്ളൂ, കൺസിസ്റ്റൻസി. ഒരു കളിയിൽ മികച്ച പ്രകടനം ഒരു താരം നടത്തിയാൽ അതുകൊണ്ട് ഒരു കളി ജയിച്ചേക്കാം. പക്ഷേ ലീഗിൽ ആധിപത്യം പുലർത്തണമെങ്കിൽ സ്ഥിരത ആവശ്യമാണ്. ആ സ്ഥിരത അവരുടെ താരങ്ങൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കുക, ഇപ്പോൾ IPL ഓറഞ്ച് ക്യാപ്പ് ആർക്കാണ്, പർപ്പിൾ ക്യാപ്പ് ആർക്കാണ്? അതൊക്കെ അവരുടെ താരങ്ങൾക്കാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഓറഞ്ച് ക്യാപ്പിൻ്റെയും പർപ്പിൾ ക്യാപ്പിൻ്റെയും ടോപ്പ് 5 എടുത്താൽ ഒന്നിലധികം താരങ്ങൾ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നുണ്ട് എന്നുള്ളതും അവരുടെ മുന്നോട്ടു പോക്കിൻ്റെ പ്രധാന കാരണമാണ്. നോക്കാം നമുക്ക്. ഓറഞ്ച് ക്യാപ്പിൽ മുന്നിലുള്ളത് ആരാണ്? സായി സുദർശനാണ്. 8 കളികൾ 417 റൺസ് അദ്ദേഹം ഓൾറെഡി നേടിക്കഴിഞ്ഞു. 52.12 അദ്ദേഹത്തിൻ്റെ ആവറേജ്. ടോപ്പ് 3ൽ മൂന്നാം സ്ഥാനത്തുണ്ട് ജോസ് ബട്ട്ലർ. 8 കളികളിൽ നിന്ന് 356 റൺസ് അദ്ദേഹത്തിൻ്റെ വക. 71.2 അദ്ദേഹത്തിൻ്റെ ആവറേജ്. ഇപ്പോൾ ഈ ടോപ്പ് 5 എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് സായി സുദർശൻ 417 റൺസ്, രണ്ടാമത് നിക്കോളാസ് പൂറൻ 368 റൺസ്, മൂന്നാമത് ജോസ് ബട്ട്ലർ 356 റൺസ്, നാലാമത് സൂര്യകുമാർ യാദവ് 333 റൺസ്, അഞ്ചാമത് വിരാട് കോഹ്ലി 322 റൺസ്. അപ്പോൾ ഇതിൽ കാര്യം വളരെ വ്യക്തമാണ്. ടോപ്പ് 5ൽ 2 താരങ്ങളുള്ളത് GTയിൽ നിന്ന് മാത്രമാണ്. ഗില്ലിൻ്റെ പ്രകടനവും മോശമല്ല എന്ന കാര്യം ഓർക്കുക. ഇന്നലെ അദ്ദേഹം കിടിലൻ പ്രകടനം വേറെ നടത്തിയിട്ടുണ്ടല്ലോ. ബൗളിംഗ് നോക്കുക. ബൗളിങ്ങിൽ ഒന്നാമതാര പ്രസിദ്ധ് കൃഷ്ണയാണ്. ടോപ്പ് 5 എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് 2 എടുത്തു കഴിഞ്ഞാൽ തന്നെ രണ്ടാമത് സിറാജും ഉണ്ട്. ഒന്ന് പ്രസിദ്ധ് കൃഷ്ണ 8 കളികൾ 16 വിക്കറ്റുകളായി. അതും T20യെ സംബന്ധിച്ചിടത്തോളം മികച്ച ഇക്കണോമിയാണ്, 7.29. പിന്നെ രണ്ടാമത് സിറാജും ഉണ്ട്, 12 വിക്കറ്റുകൾ. 8 കളികളിൽ നിന്ന് 12 വിക്കറ്റുകൾ. 12 വിക്കറ്റുള്ള മറ്റു താരങ്ങളുണ്ട്. ഹേസൽവുഡിനും കുൽദീപ് യാദവിനും നൂർ അഹമ്മദിനും സായ് കിഷോറിനും താക്കൂറിനും 12 വിക്കറ്റുണ്ട്. അപ്പം സായ് കിഷോർ കൂടിയുണ്ട്. 3 താരങ്ങളാണ് ടോപ്പ് 2ൽ വിക്കറ്റിലുള്ളത്. സോ താരങ്ങളുടെ കൺസിസ്റ്റൻസിയാണ് ഈ കാണിക്കുന്നത്. കൺസിസ്റ്റൻ്റ് പെർഫോമൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ടീം മുന്നോട്ട് കുതിക്കും. ടേബിൾ ടോപ്പർ ഗുജറാത്ത് ടൈറ്റൻസ്. ഓറഞ്ച് ക്യാപ്പ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരം സായി സുദർശന്. പർപ്പിൾ ക്യാപ്പ് ഗുജറാത്ത് ടൈറ്റൻസ് താരം പ്രസിദ്ധ് കൃഷ്ണക്ക്. സോ അതാണ് ഇത്തവണത്തെ അവരുടെ കരുത്തെന്ന് പറയുന്നത്. അവരുടെ പ്രധാന താരങ്ങൾ മികവ് കാണിക്കുന്നു, അവരെടുക്കുന്ന തീരുമാനങ്ങൾ സക്സസ്ഫുൾ ആകുന്നു. അത് തന്നെയാണ് അവരുടെ വിജയമന്ത്രം, കൺസിസ്റ്റൻസി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.